ഇടുക്കി ജില്ലാ പഞ്ചായത്തും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തും ചേർന്ന് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച ടർഫിന്റെ ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ഉച്ചയ്ക്ക് 2-ന് MM മണി MLA ടർഫ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 25 ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്ന് 13 ലക്ഷവും വിനിയോഗിച്ച് ആകെ 38 ലക്ഷം രൂപ ചെലവിട്ടാണ് ടർഫിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തേർഡ് ക്യാമ്പ് LP സ്കൂളിന് 38 ലക്ഷം രൂപ മുടക്കി ഒരു ടർഫ് നിർമ്മിക്കേണ്ടത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ച് ഒരു സ്കൂളിലോ അല്ലെങ്കിൽ പൊതുവായി പഞ്ചായത്ത് തലത്തിൽ നിർമ്മിക്കുന്ന സംസ്ഥാന തലത്തിലെ ആദ്യത്തെ ടർഫാണ് തേർഡ് ക്യാമ്പിൽ ബഹുമാനപ്പെട്ട മുൻചോല MLA ശ്രീ MM മണി അവർ 6/7/2024 ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തേർഡ് ക്യാമ്പിൽ ഉദ്ഘാടനം ചെയ്യാം. വളരെയധികം റിസ്ക് എടുത്ത് ഇത്തരം ഒരു പദ്ധതി നമുക്ക് നടത്താൻ പറ്റുമോ എന്ന് അതും ഞാൻ പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് S മോഹന്റെ നേതൃത്വത്തിലായിരുന്നു ആ പദ്ധതിക്കെല്ലാം തുടക്കം കുറിക്കുകയും അതിനാവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു. പലവട്ടം പല ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിനും ത്രിതല പഞ്ചായത്തിനും ഇങ്ങനെ ഒരു ടർഫ് പൊതുവായി പണിയാം എന്നൊരു തീരുമാനം ഉണ്ടാകുകയും തടസ്സമില്ല എന്നറിയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 25 ലക്ഷം രൂപ ബഹുമാനപ്പെട്ട അന്നിരുന്ന ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ ശ്രീ GK പിലിപ്പോ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 13 ലക്ഷം രൂപ മുടക്കി 38 ലക്ഷം രൂപയുടെ അതിമനോഹരമായ ഒരു ടർഫ് സമുച്ചയമാണ് നമ്മുടെ തേർഡ് ക്യാമ്പ് സ്കൂളിൽ നിർമ്മിച്ചിരിക്കുന്നത്. ചെറുപ്പക്കാർക്കിടയിൽ ഉയർന്നുവരുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിച്ച് കായിക രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് പാമ്പാടുംപാറ പഞ്ചായത്ത് ടർഫുകൾ നിർമ്മിച്ചിരിക്കുന്നത്. സ്കൂളിലെ കുട്ടികൾക്ക് അവരുടെ പഠന സമയത്തും അതിനുശേഷം ചെറിയ ഫീസ് നൽകി പൊതുജനത്തിനും ടർഫ് ഉപയോഗപ്പെടുത്താവുന്നതാണെന്നും പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷിഹാബ്, വൈസ് പ്രസിഡന്റ് സരിത രാജേഷ്, സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീദേവി മധു, PTA പ്രസിഡന്റ് ഫിലിപ്പോസ്, പഞ്ചായത്തംഗങ്ങളായ S മോഹനൻ, CV ആനന്ദ്, ഷിനി സന്തോഷ്, ജോസ് ജോസഫ് എന്നിവർ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.